പ്രൈസ് ഓഫ് സൂയിങ് അല്ലേ? യെസ്. പ്രൈസ് ഓഫ് സൂയിങ്ങിൽ എന്താ പറഞ്ഞേക്കുന്നത്? പ്രധാനമായിട്ട് ഏതിൽ? പറയുന്നത് എല്ലാ സ്യൂട്ടും. കോർട്ട് ഇൻ വിച്ച് ദ സ്യൂട്ട് ടു ബി ഇൻസ്റ്റിറ്റ്യൂട്ട്. നിങ്ങളുടെ ശബ്ദം വളരെ കുറവാണ്. ആണോ? ആരുടെ? എൻ്റെ. ആ, ദ കോർട്ട് ഇൻ വിച്ച് ദ സ്യൂട്ട് ടു ബി ഇൻസ്റ്റിറ്റ്യൂട്ട്. Every suit shall be instituted in the court of lowest grade competent tribes. അല്ലേ? യെസ്. പോയോ? കേക്കാം. ആ, അപ്പോ അതിപ്പോ പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാ സൂട്ടും അതിന്റെ ഏറ്റവും താഴത്തെ കോടതിയിലാണ് ട്രയൽ ചെയ്യാൻ കൊടുക്കേണ്ടത് അല്ലേ? ഓക്കെ. Suit to be instituted where the subject matter situates. സബ്ജക്റ്റ് മാറ്റർ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് സൂട്ട് കൊടുക്കേണ്ടത് അല്ലേ? അതെ. അതിനെന്തോ പറയും? ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ. ടെറിട്ടോറിയൽ റൂൾസ്. അപ്പോൾ എങ്ങനെ കൊടുക്കും? സബ്ജക്റ്റ് ടു പെക്യൂണറി ഓർ അതർ ലിമിറ്റേഷൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ എനി ലോ ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ്. എന്താ പറഞ്ഞേക്കുന്നത്? അതെങ്ങനെയാണ് ലിമിറ്റേഷൻ ട്രൈ ദ സ്യൂട്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ചെയ്തത്. ഫോർ ദ റിക്കവറി ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിത്ത് ഓർ വിത്തൗട്ട് റെന്റ് ഓർ പ്രോഫിറ്റ്. റിക്കവറി ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ വിത്ത് ഓർ വിത്തൗട്ട് റെന്റ് ഓർ പ്രോഫിറ്റ്, പ്രോഫിറ്റോട് കൂടിയോ പ്രോഫിറ്റ് ഇല്ലാതെയോ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അവിടെ കൊടുക്കണം അല്ലേ? യെസ്. ഫോർ പാർട്ടീഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പാർട്ടീഷൻ നടത്തണമെങ്കിൽ എവിടെയാണോ ഭൂമി കിടക്കുന്നത് അവിടെ കൊടുക്കണം അല്ലേ? അതെ. ഫോർ ക്ലോഷർ. എന്തുവാ ഫോർ ക്ലോഷർ? അത് ഫോർക്ലോഷർ മറന്നുപോയി. ഫോർക്ലോഷർ അറിയത്തില്ലേ? ഇല്ല. TP ആക്ട് ഇരിപ്പുണ്ടോ കയ്യിൽ? ഇല്ല, കയ്യിലില്ല. ഞാൻ CPC മാത്രം എടുത്തോണ്ട് വന്നത്. അപ്പോൾ TP-യുമായി ബന്ധപ്പെട്ട സാധനമാണ് ഫോർക്ലോഷർ. ഫോർക്ലോഷർ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഞാൻ ഗോപിക മാഡത്തിനൊരു പ്രോപ്പർട്ടി ലീസിന് തന്നു. അപ്പോൾ നിങ്ങളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ പൈസ തന്നു, അത് തിരിച്ചു വാങ്ങുന്നതാണ് ഫോർക്ലോഷർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? കേട്ടില്ലല്ലോ. മനസ്സിലായി. അപ്പൊ നിങ്ങൾ ഈ മൈക്ക് അടുത്ത് വെക്കുന്നു. ഫോർക്ലോഷർ, സെയില്, റിഡംഷൻ. റിഡംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിഡീം ചെയ്യുക. അതും ഈ TP-യായി ബന്ധപ്പെട്ടതാണ്. ഫോർക്ലോഷറിന്റെ നേരെ ഓപ്പോസിറ്റ് സാധനമാണ് റിഡംഷൻ. കേട്ടോ? യെസ്. ഇൻ കേസ് ഓഫ് മോർഗേജ് ഓഫ് എ ചാർജ് അപ്പോൺ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് മോർഗേജ് ചെയ്യുമ്പോൾ ഒരു ചാർജ് ഉണ്ടായിരുന്നെങ്കിൽ ഫോർക്ലോഷറോ റിഡംഷനോ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും സെയിൽ ചെയ്യും. അതും എവിടെയാണ്? ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ വേണം കേസ് കൊടുക്കാൻ. സമച്ചാ? ഓക്കെ. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നേ? For the compensation for wrong to immovable property. അതിന്റെ ഇടയ്ക്കൊരെണ്ണമുണ്ടല്ലോ, or the determination of right. അതില്ലേ? Interest in immovable property. Sorry, ഞാൻ വായിച്ചത് മാറിപ്പോയി. സോറി. അല്ല, ശ്രദ്ധിക്ക്. or determination of any other right or interest in the immovable property ഇല്ലേ? ഉണ്ട്. അപ്പൊ എനിക്കൊരു ഡൗട്ട്, ഞാൻ വായിച്ച പുസ്തകത്തിലുണ്ട്, നിങ്ങളുടെ പുസ്തകത്തിൽ ആദ്യത്തെ 5 ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയും അവസാനത്തെ ഒരെണ്ണം മൂവബിൾ പ്രോപ്പർട്ടിയും അല്ലേ? യെസ്, അതന്നെ. ഫോർ കോമ്പൻസേഷൻ ഓഫ് റോങ് ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്കകത്ത് ഒരാൾ കയറി റോങ് ചെയ്താൽ
അതിൻ്റെ കോമ്പൻസേഷൻ വാങ്ങാനും എവിടെ കൊടുക്കണം? കേസ് ടെറിട്ടോറിയൽ കൊടുക്കണം. ജൂറിസ്ഡിക്ഷനിൽ കൊടുക്കണം, അല്ലേ? യെസ് യെസ്. അടുത്തെന്താ പറഞ്ഞത്? ഫോർ ദ റിക്കവറി ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ആക്ച്വലി അണ്ടർ ദ ഡിസ്ട്രൈൻഡ് ഓർ അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ മൂവബിൾ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്ത സാധനമാണ് എങ്കിൽ അതിനെ ഇളക്കിക്കൊണ്ട് പോയാൽ, അല്ലേ? ഓക്കെ. അവിടെ അത് എവിടെ കൊടുക്കണം? ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷനിൽ കൊടുക്കണം, ശരിയല്ലേ? അതെ. യെസ്. അടുത്തെന്താ പറയുക? ഷാൽ ബി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ കോർട്ട് വിത്ത് ദ ലോക്കൽ ലിമിറ്റ്സ് ഓഫ് ദ ഹൂസ് ജൂറിസ്ഡിക്ഷൻ ഓഫ് പ്രോപ്പർട്ടി ഈസ് സിറ്റുവേറ്റഡ്. മനസ്സിലായോ? ഷാൽ ബി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ദ കോർട്ട് വിത്തിൻ ദ ലോക്കൽ ലിമിറ്റ്സ് ഓഫ് യു. ഓക്കെ, മനസ്സിലായി. ഏത് പ്രോപ്പർട്ടിയിലാണോ, ഏത് പ്രോപ്പർട്ടിയുടെ പരിധിയിലാണോ കോടതി സ്ഥിതി ചെയ്യുന്നത് അവിടെ വേണം കൊടുക്കാൻ. അതെ. അടുത്ത വായിച്ചേ. Provided that a suit to obtain relief respecting or compensation for wrong to immovable property held by or on behalf of the defendant may, where the relief sought can be entirely obtained through his personal obedience, be instituted either in the court within the local limits of whose jurisdiction the property is situated, or in the court within the local limits of whose jurisdiction the defendant actually and voluntarily resides or carries on business or personally works for gain. അത് മനസ്സിലായോ? മനസ്സിലായോ? Provided that ഒരു സ്യൂട്ട് എന്തിനാ കൊടുത്തേക്കുന്നത്? റെസ്പെക്റ്റിംഗ് ഓർ കോമ്പൻസേഷൻ ഫോർ റോങ് ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഹെൽഡ് ബൈ ഓൺ ബിഹാഫ് ഓഫ് ദി ഡിഫൻഡന്റ് മേ. ഒരാൾക്ക് ഇപ്പം എൻ്റെ പ്രോപ്പർട്ടിയിൽ ഒരാൾ അതിക്രമിച്ച് കയറി, അപ്പോൾ എനിക്ക് വേറൊരാൾ കേസ് കൊടുത്തല്ലേ? ഓൺ ബിഹാഫ് ഓഫ് ദി ഡിഫൻഡ് റിലീസ് ക്യാൻ ബി എൻറ്റയർലി പറഞ്ഞിട്ടില്ലല്ലോ. ഓൺ ബിഹാഫ് ഓഫ് ദി ഡിഫൻഡന്റ് മേ എന്ന് പറഞ്ഞേക്കുന്നതോ? Provided that a suit to be obtained relief respecting. ഓക്കെ, നമ്മൾ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ റിലീഫ് ചോദിച്ചിട്ടുണ്ട്. ആ റിലീഫ് കോമ്പൻസേഷൻ ആണ്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയെ കുറിച്ചാണ്, ഓൺ ബിഹാഫ് ഓഫ് ഡിഫൻഡന്റ്. ഡിഫൻഡന്റിനെതിരെ റിലീഫ് ചോദിച്ചിരിക്കുന്നത് കോമ്പൻസേഷൻ ആണെങ്കിൽ, whether the relief sought can be entirely obtained through his personal obedience. അവന്റെ പേഴ്സണൽ ഒബീഡിയൻസിൽ നിന്ന് റിലീഫ് കിട്ടുമെങ്കിൽ, അണ്ടർ ദ കോർട്ട് അവന്റെ കയ്യിൽ നിന്നോ അവന്റെ പേഴ്സണൽ ഒബീഡിയൻസിൽ നിന്നോ കിട്ടിയാൽ, either in the court with local jurisdiction, local limits of whose jurisdiction property situation. അപ്പോൾ നമുക്ക് റിലീഫ് വാങ്ങേണ്ടത്, ഇപ്പോൾ ഞാൻ ഒരു കേസ് കൊടുക്കുക ഗോപിയക്കെതിരെയാണ്. ഗോപിയക്കെതിരെ എനിക്ക് റിലീഫ് കിട്ടേണ്ടത് എവിടെ നിന്നാണ്? പത്തനംതിട്ടയിലാണ്. ഓക്കെ. അപ്പൊ ഞാൻ കേസ് എവിടെ കൊണ്ട് കൊടുക്കണം? ഞാൻ താമസിക്കുന്ന സ്ഥലത്ത്, പത്തനംതിട്ടയെ കൊണ്ട് കൊടുക്കണം, അല്ലേ? അതെ. ഇൻസ്റ്റിറ്റ്യൂട്ടർ എയ്തർ ദ കോർട്ട് വിത്തിൻ ദ ലോക്കൽ ലിമിറ്റ് ഹൂസ് ജൂറിസ്ഡിക്ഷൻ പ്രോപ്പർട്ടി സിറ്റുവേറ്റ്. എനിക്ക് കോമ്പൻസേഷൻ കിട്ടേണ്ടത് പത്തനംതിട്ടയിൽ ഗോപികയുടെ പറമ്പിൽ നിന്നാണ്. The court within the local limit to whose jurisdiction defendant actually and voluntarily resides or carries on business or personally work for you. അപ്പോൾ if the suit is for the compensation of money or something like that, okay, നമ്മൾ എന്ത് ചെയ്യണം? ഡിഫൻഡിൻ്റെ ലോക്കൽ ജൂറിസ്ഡിക്ഷനിലോ അയാൾ വോളണ്ടറി റിസൈഡ് ചെയ്യുന്നിടത്തോ കാരീസ് ബിസിനസ് ചെയ്യുന്നിടത്തോ പേഴ്സണലി വർക്ക് ഫോർ ഗെയിൻ ചെയ്യുന്നിടത്തോ എന്ത് കൊടുക്കണം? കേസ് കൊടുക്കണം. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. ശബ്ദമില്ല കേട്ടോ. മനസ്സിലായേ? അപ്പൊ എന്താ പറയുക? പുറകോട്ടിരിക്കുക അല്ലേ? നിങ്ങൾ പുറകോട്ടിരിക്കുക, മൈക്ക് പുറകിലിരിക്കുക. ഇങ്ങനെ തൂങ്ങിക്കിടക്കും, അതാണ് പ്രശ്നം. ഞാൻ നല്ല കുത്തിയിട്ട് കണ്ടിട്ടുണ്ട് എൻ്റെ ഷർട്ടേൽ. പക്ഷെ എനിക്ക് കുത്താനൊന്നുമില്ല. ആ ടീഷർട്ടോട് കുത്തി. In this section, the property means property situated in India.
ഇവിടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്തുള്ള പ്രോപ്പർട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ, ഓക്കെ. അത് പോട്ടെ. അച്ചീവേഴ്സിൽ ഇപ്പോൾ പോകുന്നില്ലേ? ഞാൻ പോകുന്നില്ല. 6:30 ക്ലാസ് ഉണ്ടെന്ന് എഴുതിയേക്കുന്നു. അത് മറ്റേ എനിക്കൊന്ന് രണ്ടാമത്തെ ബാച്ചുകാർക്കല്ലേ അത് ഇപ്പൊ നടന്ന ആർബിട്രേഷൻ ഒക്കെ എന്തിനെടുക്കും അവർക്ക്? അതൊന്നും എനിക്കറിയത്തില്ല, ഞാൻ എത്രയോ നാളുകൊണ്ട് പോകുന്നില്ല. ഓക്കെ. ശരി, അപ്പോൾ അത് കഴിഞ്ഞല്ലോ. ഇനി 17 അല്ലേ? 17 എന്താ പറയുന്നത്? വായിച്ചാൽ കേൾക്കട്ടെ. Suit for immovable property situate within jurisdiction of different courts. ഞാൻ യെസ്. ഇന്ന് കുറച്ച് നേരത്തെ പോകും കേട്ടോ. ഞങ്ങളിവിടെ ഞങ്ങള് അച്ഛനെ കൊണ്ട് ഇവിടെ തിരുമാൻ വന്നേക്കുന്നതാണ്. അപ്പൊ ഇവിടെ നിൽക്കുന്നത് രാവിലെ ഒരു 6:30 കഴിയുമ്പോ അങ്ങോട്ട് പോകും. ആ, അപ്പോൾ എത്ര മണിക്ക് നിർത്തും? അറിയത്തില്ല, അവരൊക്കെ താഴെ എണീറ്റെന്ന് തോന്നുന്നു. ആ, അപ്പോൾ റെഡി ആകുമ്പോൾ പറഞ്ഞാൽ മതി, നിർത്തിക്കളെ. ആ കേട്ടോ. ഇന്നും നാളെ ആ നാളെ ഞങ്ങൾ അങ്ങ് തിരിച്ചു വരും ഡോക്ടറെ. ആ Okay. Where a suit to obtain relief respecting or compensation for wrong to immovable property situate within the jurisdiction of different courts, the suit may be instituted in any court within the local limits of whose jurisdiction any portion of the property is situate. എവിടെന്താ പറഞ്ഞേക്കുന്നത്? സ്യൂട്ട് ഫോർ ഇമൂവബിൾ പ്രോപ്പർട്ടി സിറ്റുവേറ്റഡ് വിത്തിൻ ജൂറിസ്ഡിക്ഷൻ ഓഫ് ഡിഫറെന്റ് കോർട്ട്. ഒന്നിലധികം കോടതികളിലാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഉദാഹരണം കണ്ണൻ ദേവൻ ചെയ്ത അല്ലേ? അതെ. അതിന്റെ എസ്റ്റേറ്റ് ഒന്നിലധികം കോടതികളുടെ അധികാരപരിധിയിലാണുള്ളത്. വേറെ suit is to be obtained relief respecting or compensation for wrong to immovable property situated within jurisdiction of different courts. അല്ലെങ്കിൽ ഉദാഹരണത്തിന് വേറെ രീതി പറയാം. നമുക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് 2 കോടി രൂപയാണ് ക്ലെയിം ചെയ്യുന്നത്. അയാൾക്ക് 1 കോടി രൂപയുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് കേരളത്തിലും 1/2 കോടി രൂപയുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് തമിഴ്നാട്ടിലും വേറെ 1/2 കോടി രൂപയുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് കർണാടകത്തിലുമാണെങ്കിൽ എവിടെ കേസ് കൊടുക്കാന്നാ ചോദ്യം. വേറെ suit is to be obtained relief respecting of compensation for wrong to immovable property situated within the jurisdiction of different courts. The suit may be instituted in any court within the local limit whose jurisdiction may be portion of property situated. കേരളത്തിലും കൊടുക്കാം, തമിഴ്നാട്ടിലും കൊടുക്കാം, കർണാടകയിലും കൊടുക്കാം, അല്ലേ? അതെ. Provide that in respect of the value of subject matter situated to the entire claim is cognizable by such court. എന്താണ്? മൊത്തം ക്ലെയിമും എന്ത് ചെയ്യാൻ, ചോദിക്കാൻ ഒരു കോടതിയുടെ അധികാര പരിധിയിൽ മാത്രമില്ല എങ്കിൽ എങ്ങനെയാണ്? പ്രൊവൈഡ് ദാറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദ വാല്യൂ ഓഫ് സബ്ജക്ട് മാറ്റർ ഓഫ് സ്യൂട്ട് എൻ്റയർ ക്ലെയിം ഈസ് കോഗ്നിസബിൾ ബൈ സച്ച് കോർട്ട്. എന്താ അവിടെ പറഞ്ഞേക്കുന്നത്? പക്ഷെ ഇവിടെ പ്രശ്നം വരും. എൻ്റയർ ക്ലെയിമും സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരു കോടതിക്കില്ലെങ്കിൽ 3 കേസ് കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? അതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ 3 സ്ഥലത്ത് എന്റെ പ്രോപ്പർട്ടി കിടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് 3 പ്രോപ്പർട്ടി ഉൾപ്പെടുത്തി ഒരു കോടതി കേസ് കൊടുക്കാം. പക്ഷേ വാല്യൂ ഓഫ് ദ സബ്ജക്ട് മാറ്റർ അപ്പം അവിടെ പ്രശ്നം വരും അല്ലേ? കോഗ്നൈസബിൾ. അവിടെ എൻ്റയർ ക്ലെയിം ഈസ് കോഗ്നിസബിൾ ബൈ സച്ച് കോർട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എൻ്റയർ ക്ലെയിമും ഒരു കോടതിയുടെ പരിധിയിൽ വരുമെങ്കിൽ മാത്രമേ ആ കോടതിയിൽ എന്ത് ചെയ്യാൻ പറ്റൂ? സൂട്ട് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഡിഫറൻറ്റ് കോടതി തന്നെ കൊണ്ടുവരും, അല്ലേ? ഓക്കെ ഓക്കെ, മനസ്സിലായി. അടുത്ത നോക്കിയേ. Place of institution of suit where local limits of jurisdiction of courts are uncertain. Where it is alleged to be uncertain within the local limits of the jurisdiction of which of 2 or more courts any immovable property is situate, any one of those courts may, if satisfied that there is ground for the alleged uncertainty, record a statement to that effect and thereupon proceed to entertain and dispose of any suit relating to that property, and it is decree in the suit shall have the same effect as if the property were situated within the local limits of its jurisdiction, provided that
that the അല്ല, suit is അതിന്റെ ഭാഗത്ത് one. നോക്കാം മോളെ. Okay. Place of institutional suit whether the local limit of jurisdiction of court are uncertain. അപ്പോൾ എവിടെയാണ് ലോക്കൽ ജൂറിസ്ഡിക്ഷൻ എന്ന് വ്യക്തതയില്ല. രണ്ട് കോടതി വരുന്ന കാര്യം നമ്മൾ 17 പറഞ്ഞു. അവ്യക്തമായ ജൂറിസ്ഡിക്ഷൻ ആണെങ്കിൽ 18 പറയുന്നത് അല്ലേ? 18 ഒന്നി പറയുന്നത് where it is alleged to be uncertain within the local limit of the jurisdiction of which of two or more courts any immovable property is situated. ഒരു കോടതിയുടെ അണ്ടറിലോ ഒന്നിലധികം കോടതിയുടെ അണ്ടറിലോ എന്ത് വരുന്നു? ജൂറിസ്ഡിക്ഷൻ വരുന്നു. അതും എന്തില്ല? വ്യക്തതയില്ല. അങ്ങനെ വന്നാൽ എനി വൺ ഓഫ് ദോസ് കോർട്സ് മേ be satisfied that there is a ground for alleged uncertainty. ഒരു അൺസർട്ടണിറ്റി നമ്മൾ പറയുന്നെങ്കിൽ അതിലെ ഏതെങ്കിലും ഒരു കോടതി ഫയൽ ചെയ്യാം അല്ലേ? റെക്കോർഡ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദാറ്റ് എഫക്ട്. അപ്പോൾ അൺസർട്ടണിറ്റി ഉണ്ടെന്നും ഒരു സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യണം. ആൻഡ് thereupon proceed to entertain the disposal of any suit relating to that property. And its decree in the suit shall have the same effect as the property were situated within the local limit of its jurisdiction. ഇപ്പോൾ ജൂറിസ്ഡിക്ഷൻ ഉള്ള കോടതി തീരുമാനിച്ചതുപോലെ കരുതിക്കൊണ്ട് എന്ത് ചെയ്യും? ആ കേസ് ഡിസ്പോസ് ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? Yes. അടുത്ത വായിച്ചേ. Provided that the suit is one with respect to which the court is competent at regard the nature and value of the suit to exercise jurisdiction. എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നിരുന്നാലും the suit is one with respect to which the court is competent regard the nature and value of the suit to exercise jurisdiction. പക്ഷേ നമ്മൾ മുമ്പേ പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ, എവിടെയാ? 16 പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് മാത്രമേ 18 പ്രകാരം അൺസർട്ടൺ ആണെങ്കിലും കേസ് ഫയൽ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ 16 വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. പ്രൊവൈഡഡ് ദാറ്റ് സൂട്ട് ഈസ് വൺ വിത്ത് റെസ്പെക്ട് ടു വിച്ച് ദ കോർട്ട് ഈസ് കോമ്പിറ്റന്റ് റിഗാർഡ് ദ നേച്ചർ ആൻഡ് വാല്യൂ ഓഫ് ദ സൂട്ട് ടു എക്സർസൈസ്. അപ്പോൾ സൂട്ട് ഓഫ് എ സിവിൽ നേച്ചറിൽ വരാത്തതോ 16 പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരാത്തതോ ഒക്കെ ആണെങ്കിൽ അവിടെ ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. വല്ല പിടിക്കുക. രണ്ട് വയസ്സ് where a statement has not been recorded under subsection 1 and an objection is taken before an appellate or revisional court that a decree or order in a suit relating to such property was made by a court not having jurisdiction where the property is situated. The appellate or revisional court shall not allow the objection unless in its opinion there was, at the time of the institution of the suit, no reasonable ground for uncertainty as to the court having jurisdiction with respect thereto, and there has been a consequent failure of justice. അവിടെ രണ്ട് കാര്യം പറയുന്നുണ്ട്. വേറെ സ്റ്റേറ്റ്മെന്റ് ഹാസ് നോട്ട് ബീൻ റെക്കോർഡ് അണ്ടർ സബ്സെക്ഷൻ 1. അൺസർട്ടനിറ്റിയെ കുറിച്ച് സബ്സെക്ഷൻ 1 പറഞ്ഞതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് കരുതുക. ആൻഡ് ഒബ്ജക്ഷൻ ടേക്കൺ ബിഫോർ ദ അപ്പലേറ്റ് ഓർ റിവിഷണൽ കോർട്ട്. അപ്പോൾ അൺസർട്ടൺ ജൂറിസ്ഡിക്ഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒബ്ജക്ഷൻ റേസ് ചെയ്യുന്നത് അപ്പലേറ്റ് കോടതിയിലോ റിവിഷണൽ കോടതിയിലാണോ എന്ന് കരുതുക. The decree or order of suit relating to such a property was made by a court not having jurisdiction whether property is situated. അപ്പോൾ പറയുന്നു ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്ത കോടതിയാണ് തീരുമാനമെടുത്തത്, പ്രോപ്പർട്ടി അവിടെയല്ല സിറ്റുവേറ്റ് ചെയ്തതെന്നാണ് ഡിഫൻസ് എങ്കിൽ ചില അപ്പലേറ്റ് ഓർ റിവിഷണൽ കോർട്ട് ഷാൽ നോട്ട് അലോ സച്ച് ഒബ്ജക്ഷൻ. മനസ്സിലായോ? അങ്ങനെ ഒബ്ജക്ഷൻ അപ്പലേറ്റ് കോടതിയിലോ റിവിഷണൽ കോടതിയിലോ വന്നാൽ അപ്പലേറ്റ് കോടതിയോ റിവിഷണൽ കോടതിയോ ഒബ്ജക്ഷൻ അനുവദിക്കാൻ പാടില്ല. Unless its opinion there is a time of institution of suit, no reasonable ground for uncertainty as the court having jurisdiction with respect to the
ആൻഡ് ദെയർ ഈസ് എ കോൺസിക്വൻറ്റ് ഫെയിലിയർ ഓഫ് ജസ്റ്റിസ്. പക്ഷേ ഉന്നയിക്കുക എപ്പോഴാണെങ്കിൽ കോൺസിക്വൻഷ്യൽ ഫെയിലിയർ ഓഫ് ജസ്റ്റിസ് സംഭവിച്ചിട്ടുണ്ട് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ ഒബ്ജക്ഷൻ ഉന്നയിക്കാം. ഓക്കെ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒബ്ജക്ഷൻ ഉന്നയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ പ്രധാന പോയിന്റ് എന്താണ്? കോൺസിക്വൻഷ്യൽ ഫെയിലിയർ ഓഫ് ജസ്റ്റിസ് ആണ്. ഇത് അൺസർട്ടണിറ്റി മാത്രമല്ല, വിധി പറഞ്ഞപ്പോൾ കോൺസിക്വൻറ്റ് ഫെയിലിയർ ഓഫ് ജസ്റ്റിസ് ഉണ്ട്, ഇത് നടപ്പാക്കിയാൽ ജസ്റ്റിസ് നിഷേധിക്കപ്പെടും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? അൺസർട്ടണിറ്റി വി ക്യാൻ ക്ലെയിം ആസ് എ ഡിഫൻസ് ഇൻ ദ അപ്പലേറ്റ് ആൻഡ് റിവിഷണൽ കോർട്ട്. ഓക്കെ 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 ഓക്കെ, മനസ്സിലായോ? ഇവിടെ മനസ്സിലായി. അപ്പോൾ 19 വയസ്സ് Suit for compensation for wrongs to person or movables. Where a suit is for compensation for wrong done to the person or to movable property, if the wrong was done within the local limits of the jurisdiction of one court, and the defendant resides or carries on business or personally works for gain within the local limits of the jurisdiction of another court, the suit may be instituted at the option of the plaintiff either of the said courts. എന്താ പറഞ്ഞേക്കുന്നത്? സൂട്ട് ഈസ് ഫോർ കോമ്പൻസേഷൻ ഓഫ് റോങ് ടു ദ പേഴ്സൺ ഓർ മൂവബിൾസ്. സൂട്ട് കൊടുക്കുന്നത് കോമ്പൻസേഷന് വേണ്ടിയാണ്. അതെ. അല്ലെങ്കിൽ മൂവബിൾ പ്രോപ്പർട്ടിയിൽ വേണ്ടിയാണ്. വേറെ സൂട്ട് ഈസ് ഫോർ ദ കോമ്പൻസേഷൻ ഫോർ റോങ് ഡൺ ടു ദ പേഴ്സൺ. ഒരു വ്യക്തിക്കെതിരെ ഒരാൾ റോങ് ചെയ്തു, അതിൻ്റെ കോമ്പൻസേഷൻ. അല്ലെങ്കിൽ മൂവബിൾ പ്രോപ്പർട്ടിക്കെതിരെ റോങ് ചെയ്തു, അതിൻ്റെ കോമ്പൻസേഷൻ ആണെങ്കിൽ if the wrong was done within local limits of the jurisdiction of one court and refund carries on business, എവിടെയാണോ എന്നുള്ളത് റോങ് കമ്മിറ്റ് ചെയ്തത് അവിടെ ഫയൽ ചെയ്യാം. അല്ലെങ്കിൽ ഡിഫൻഡന്റ് താമസിക്കുന്നിടത്ത് ഫയൽ ചെയ്യാം, ഡിഫൻഡന്റ് ബിസിനസ് ചെയ്യുന്നിടത്ത് ഫയൽ ചെയ്യാം, പേഴ്സണലി വർക്ക് ഫോർ ഗെയിൻ ചെയ്തിട്ട് ഫയൽ ചെയ്യാം വിത്തിൻ ലോക്കൽ ലിമിറ്റ് ഓഫ് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് അനദർ കോർട്ട്. എവിടെയൊക്കെ അനദർ കോർട്ട് ഫയൽ ചെയ്യാൻ പറ്റുന്നത്? ഡിഫൻഡർ റിസൈഡ്സ്, കാരീസ് ഓൺ ബിസിനസ്, പേഴ്സണലി വർക്ക് ഫോർ ഗെയിൻ. മനസ്സിലായോ? The suit may be instituted at the option of the plaintiff in either of the said court. എന്താ പറഞ്ഞേക്കുന്നത്? എന്താ സാറേ? The suit may be instituted on option of the plaintiff. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് കൊടുക്കാം. ഇപ്പൊ ഒന്നെങ്കിൽ ഞാൻ താമസിക്കുന്നിടത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പ്ലെയിന്റിഫ് താമസിക്കുന്നിടത്ത് കൊടുക്കാം. അതെ, അവിടെ പറഞ്ഞതെന്നറിയാമോ? എവിടുത്തെ പ്രോപ്പർട്ടിക്കാണോ ഡാമേജ് സംഭവിച്ചത് അവിടെ കൊടുക്കാം. പ്ലെയിന്റിഫിന് പേഴ്സണലായിട്ടാണ് റോങ് സംഭവിച്ചതെങ്കിൽ അവിടെ കൊടുക്കാം, അല്ലേ? അതെ. രണ്ടാമതാ പറഞ്ഞേക്കുന്നേ, അയാൾ റിസൈഡ് ചെയ്യുന്നിടത്ത് കൊടുക്കാം, അയാൾ ബിസിനസ് ചെയ്യുന്നിടത്ത് കൊടുക്കാം, അയാൾ പേഴ്സണലി വർക്ക് ചെയ്യുന്നിടത്ത് കൊടുക്കാം. അത് പ്ലെയിന്റിഫിന് ഓപ്റ്റ് ചെയ്യാം. ഓക്കെ. അടുത്ത 20. Other suit to be instituted where defendant resides. A residing in Delhi, B in Calcutta. A ഡൽഹിയിൽ താമസിക്കുന്നു, ബീനെ അടിച്ചു, ബി താമസിക്കുന്ന എവിടെ? കൽക്കട്ടയില്. B may sue A either in Calcutta or Delhi. സാധാരണ ഇല്ലസ്ട്രേഷൻ ഒക്കെ പരീക്ഷയ്ക്ക് വരുന്നതാ. വന്നില്ലായിരുന്നോ? A residing in Delhi publish in Calcutta statements defamatory of B. B may sue A either in Calcutta or in Delhi. Yes. മനസ്സിലായോ? Yes, മനസ്സിലായി. അടുത്ത നോക്കി. 20. Other suit to be instituted where defendants reside or cause of action arises. Subject to the limitation above said, every suit shall be instituted in a court within the local limits of whose jurisdiction. ലിമിറ്റേഷനെ അനുവദിച്ചുകൊണ്ട്, അല്ലേ? അതെ. സബ്ജക്ട് ടു ലിമിറ്റേഷൻ. അപ്പൊ ലിമിറ്റേഷൻ അവിടെ ആപ്ലിക്കബിൾ ആണ്. Every suit shall instituted in the court within the local limits of whose jurisdiction. ലോക്കൽ ലിമിറ്റ്, ജൂറിസ്ഡിക്ഷൻ്റെ ലോക്കൽ ലിമിറ്റിൽ എന്ത് ചെയ്യണം? ഫയൽ ചെയ്യണം.
ഫയൽ ചെയ്യണം. അതപ്പോൾ ലോക്കൽ ലിമിറ്റ് ഓഫ് ജൂറിസ്ഡിക്ഷൻ വന്നപ്പോൾ എന്തായി? ലോക്കൽ ജൂറിസ്ഡിക്ഷൻ വന്നപ്പം എന്തായിരുന്നു? ടെറിട്ടോറിയലായി. ഓക്കെ ഓക്കെ, അങ്ങനെ. ലോക്കൽ എപ്പോൾ പറഞ്ഞാലും ടെറിട്ടോറിയലാണ്. ആർന്ന് വായിച്ചേ? ലോക്കൽ ടെറിട്ടോറിയൽ. ഓക്കെ. A. The defendant or each of the defendants where there are more than one at the time of the commencement of the suit actually and voluntarily resides or carries on business or personal work for gain. അതെന്താ പറഞ്ഞേക്കുന്നത്? The defendant or each of the defendant, ഒന്നെങ്കിൽ പ്രതിയോ അല്ലെങ്കിൽ ഒന്നിലധികം പ്രതികളോ, where there are more than one, okay, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ at the time of the commencement of the suit actually and voluntarily resides or carries as personal work for gain. എവിടെ സ്യൂട്ട് കൊടുക്കാന്ന്? അതെ, എവിടെയാ? ഡിഫൻഡന്റ് താമസിക്കുന്നിടത്ത് അല്ലെങ്കിൽ പ്രതികൾ താമസിക്കുന്നിടത്ത് മോർ ദാൻ വൺ ഡിഫൻഡന്റ് ഉണ്ടെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് കമൻസ്മെന്റ് ഓഫ് സൂട്ട് ആക്ച്വലി വോളണ്ടറി റിസൈഡ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ? ഒരു പ്രതി താമസിക്കുന്നിടത്ത് മാത്രം കൊടുത്താൽ മതിയോ, അതായത് എല്ലാ പ്രതികളും താമസിക്കുന്നിടത്ത് കൊടുക്കണമോ എന്നതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. അപ്പോൾ ഒരെണ്ണം കൊടുത്താൽ മതി. എക്സിക്യൂഷൻ സമയം EP കൊടുക്കുമ്പോൾ പ്രത്യേക സ്ഥലങ്ങളിൽ കൊടുക്കാമല്ലേ? ഓക്കെ, അതാണ് അവിടുത്തെ പ്രധാന ക്വസ്റ്റ്യനും ആൻസറും അതാണ്. ഓക്കെ, അടുത്തത് B. Any of the defendants where there are more than one at the time of the commencement of the suit actually and voluntarily resides or carries on business or personal work for gain, provided that in such case either the leave of the court is given or the defendants who do not reside or carry on business or personal work for gain as aforesaid acquaintance in such institution. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? Any of the defendants where there is more than one defendant, one, at the time of commencement of suit actually resides or carries on business personally work for gain, provided that such case either leave of the court is given. ഇപ്പോൾ ഒരു കോടതി നമ്മൾ ഒന്നിലധികം കോടതി ഫയൽ ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ കോടതി നമുക്ക് ലീവ് അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ ഓർ എ ഡിഫൻഡന്റ് ഹൂ ഈസ് നോട്ട് റിസൈഡ്സ്, ഒരാൾ എവിടെ താമസിക്കാൻ നമുക്ക് ഒരു പിടിയില്ല, കാരീസ് ഓൺ ബിസിനസ് പേഴ്സണലി വർക്ക് ഫോർ ഗെയിൻ അഫോർസഡ് അക്വേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഒരാൾ എവിടെ താമസിക്കാൻ നമുക്കൊരു പിടിയില്ലെങ്കിലും ആരെങ്കിലും ഒരാൾ താമസിക്കുന്നത് ഫയൽ ചെയ്യാം. മനസ്സിലായോ? ഒന്നിലധികം ഡിഫൻഡന്റ് ഉണ്ട്, രണ്ടാൾ താമസിക്കുന്നത് നമുക്കറിയാം, മൂന്നാമത്തെ ആൾ താമസിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ കോടതിയോട് അത് പറഞ്ഞിട്ട് അനുവാദം വാങ്ങണം. ഓക്കെ, The cause of action only in part arises. എവിടെയാണോ കോസ് ഓഫ് ആക്ഷൻ? കോസ് ഓഫ് ആക്ഷൻ ഒരു പക്ഷേ ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ ആണെന്ന് കരുതിക്കും. അപ്പോൾ കോസ് ഓഫ് ആക്ഷൻ എറൈസ് ചെയ്ത് ഡിഫറൻറ്റ് ജൂറിസ്ഡിക്ഷൻ ആണെങ്കിൽ പൂർണ്ണമായും കോസ് ഓഫ് ആക്ഷൻ എറൈസ് എടുത്തോ അല്ലെങ്കിൽ ഭാഗികമായി എറൈസ് ചെയ്തെടുത്തോ കേസ് ഫയൽ ചെയ്യാം, അല്ലേ? അതെ. അടുത്ത നോക്കിയേ, explanation. A corporation shall be deemed to carry on business at its sole or principal office in India or in respect of any cause of action arising at any place where it has also to subordinate office at such place. A corporation shall be deemed on. A corporation എവിടെയാണ് കരുതുന്നത്? എവിടെയാണോ അവർ ബിസിനസ് ക്യാരി ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രിൻസിപ്പൽ ഓഫീസ് ഇന്ത്യയിൽ എവിടെയാണോ, അപ്പൊ കോസ് ഓഫ് ആക്ഷൻ അപ്പൊ അവിടുന്ന് എറൈസ് ചെയ്യാന്ന് കരുതിക്കൊണ്ട് അവിടെ സ്യൂട്ട് കൊടുക്കുന്നല്ലേ? അല്ലെങ്കിൽ അവരുടെ സബോർഡിനേറ്റ് ഓഫീസ് എവിടെ സ്ഥിതി ചെയ്യുന്നു അവിടെ കൊടുക്കും. ഉദാഹരണം ടാറ്റ പ്രിൻസിപ്പൽ ഓഫീസ് ബോംബെയിലാണ്. നമ്മുടെ ടാറ്റയുടെ ഷോറൂമിൽ ഒരു വണ്ടി വാങ്ങി, നമുക്ക് ബോംബെ കൊണ്ട് കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സബോർഡിനേറ്റ് ഓഫീസ് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അവിടെ കൊടുക്കാം. അടുത്ത വായിച്ചേ. A is a tradesman in Calcutta. B carries on business in Delhi. B by his agent in Calcutta.
buys goods A and requests A to deliver them to the East Indian Railway Company. A delivers the goods accordingly in Calcutta. A may sue B for the price of the goods either in Calcutta, where the cause of action has arisen, or in Delhi, where B carries on business. Yes. മനസ്സിലായോ? മനസ്സിലായി. അതും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. യെസ്. ഓക്കെ, അടുത്ത് നോക്കിയേ. A resides in Simla, B at Calcutta, and C at Delhi. A, B, and C being together at Benares. B and C make a joint promissory note payable on demand and deliver it to A. A may sue B and C at Benares, where the cause of action arose. He also sue them in Calcutta, where B resides, or at Delhi, where C resides. Okay. But in each of these, if the non-resident defendant objects, the suit cannot be proceed without the leave of the court. അതെന്താ ഈ നോൺ റെസിഡന്റ് ഡിഫൻഡന്റ് ഒബ്ജക്റ്റ് ആകുമ്പോ? എ റിസൈഡ്സ് സിംല, അത് മനസ്സിലായല്ലോ. അതൊക്കെ മനസ്സിലായി. ഈ നോൺ റെസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയാള് വിദേശത്താണ് താമസം, സ്ഥിരമായി ഇന്ത്യയിലില്ല. ആ സാഹചര്യത്തിൽ he may also them to Calcutta, where B resides at O, but reaches the case if non-resident defendant objects. Non-resident defendant object ചെയ്യുന്നു, എനിക്ക് പ്രൈസ് ഓഫ് കോസ് ഓഫ് ആക്ഷൻ അറോയ്സ് എടുത്ത് കൊടുക്കാൻ പറ്റില്ല, അവിടെ കൊടുക്കാൻ പറ്റില്ല, ഇവിടെ കൊടുക്കാൻ പറ്റില്ല ചെയ്താൽ ദ സ്യൂട്ട് കനോട്ട് പ്രൊസീഡ് വിത്തൗട്ട് ദ ലീവ് ഓഫ് ദ കോർട്ട്. പക്ഷേ കോടതി അനുവദിച്ചാൽ ആ സ്യൂട്ട് എന്ത് ചെയ്യാം? അയാൾക്കെതിരെ പ്രൊസീഡ്. നോൺ റെസിഡന്റിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അയാൾ വിദേശിയാണ്. വിദേശി എന്നല്ല, വിദേശത്താണ് അയാൾ താമസം, ഇന്ത്യക്കാരനാണ്. മനസ്സിലായോ? മനസ്സിലായി. പോയോ? ഇല്ല, മനസ്സിലായി. ഓക്കെ, ഇത് പോയത്. Objection to judicial. No objection as to place of suing shall be allowed by any appellate or revisional court unless such objection was taken in the court of first instance at the earliest possible opportunity, and in all cases where issues are settled at or before such settlement, and unless there has been a consequent failure of justice. മനസ്സിലായില്ലേ? ജൂറിസ്ഡിക്ഷനെ കുറിച്ച് ഒബ്ജക്ഷൻ അറ്റ് ദ ഏർലിയസ്റ്റ് പോസിബിൾ ഓപ്പർച്യൂണിറ്റിയിൽ എടുത്തോണം. അപ്പലേറ്റ് കോടതിയോ റിവിഷൻ കോടതിയോ പരിഗണിക്കാൻ പാടില്ല. പക്ഷേ അതുകൊണ്ട് കോൺസിക്വൻഷ്യൽ ഫെയിലിയർ ഓഫ് ജസ്റ്റിസ് സംഭവിച്ചാൽ എന്ത് ചെയ്യണം? പരിഗണിക്കണം. അപ്പോൾ കോൺസിക്വൻഷ്യൽ ഫെയിലിയർ ഓഫ് ജസ്റ്റിസ് ഉണ്ട് എന്ന വാദമാണ് അക്കാലത്ത് മാറി വന്നാൽ നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഒരാളുടെ കേസ് തോറ്റു, അപ്പീൽ സ്റ്റേജിലാണ് നമ്മളിത് വരുന്നത്. അപ്പീൽ സ്റ്റേജ് വന്നാൽ നമുക്ക് വേറൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒബ്ജക്ഷൻ ടു ദ ജൂറിസ്ഡിക്ഷൻ ഉണ്ടായിരുന്നു എങ്കിൽ അത് റൈസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പറയാം, അങ്ങനെ കോൺസിക്വന്റ് ഫെയിലിയർ ഓഫ് ജസ്റ്റിസ് ഉണ്ടായതുകൊണ്ടാണല്ലോ വക്കാലത്ത് മാറി എൻ്റെ അടുത്ത് വന്നത് എന്നും പറഞ്ഞൂടെ? അടുത്തത് വായിക്കും. No objection as to competence of a court with reference to the pecuniary limits of its jurisdiction shall be allowed by any appellate or revisional court unless such objection was taken in the court of first instance at the earliest possible opportunity, and in all cases. ശരി, നമ്മൾ 21 നോക്കിയോ? ഇല്ലല്ലോ. നമ്മൾ പറഞ്ഞു നമ്മൾ ഒബ്ജക്ഷൻ ആദ്യമേ പറയണോന്ന്. അപ്പൊ എന്താ പറഞ്ഞത്? The earliest possible opportunity, and in all cases whether the issues are settled at or before the settlement. ആ ഇഷ്യൂസ് സെറ്റിൽ ചെയ്യുന്നതിന് മുമ്പേ തന്നെ എന്ത് ചെയ്യണം? ഈ ഒബ്ജക്ഷൻ പറഞ്ഞിരിക്കണം. ആൻഡ് അൺലെസ് there has been a consequent failure of justice. ഇല്ലെങ്കിലും ഫെയിലിയർ ഓഫ് ജസ്റ്റിസ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? കേൾക്കാം. ഓക്കെ, അടുത്ത നോക്കിയേ. No objection as to the competence of a court
with reference to the pecuniary limits of his jurisdiction, shall be allowed by any appellate or revisional court unless such objection was taken in the court of first instance at the earliest possible opportunity, and in all cases where issues are settled at or before such settlement, and unless there has been a consequent failure of justice. അപ്പോൾ ആദ്യം പറഞ്ഞത് പ്ലേസ് ഓഫ് സൂയിങ്ങിനെ കുറിച്ച് ഒബ്ജക്ഷൻ അപ്പലേറ്റ് കോടതി റിവിഷണൽ കോടതി എടുക്കാൻ പാടില്ല, ഇഷ്യൂസ് സെറ്റിലിന് വേണ്ടി ചെയ്യുന്നതിന് മുമ്പ് ആ ഒബ്ജക്ഷൻ ഉന്നയിച്ചിരിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ പെക്യൂണറി ലിമിറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിലും ഇഷ്യൂസ് സെറ്റിൽ ചെയ്യുന്നതിന് മുമ്പേ പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ കോൺസിക്വൽ ഫെയിലിയർ ഓഫ് ജസ്റ്റിസ് ഉണ്ടെന്ന് പറയണം, അല്ലേ? അതെ. അപ്പലേറ്റ് കോടതിയോ റിവിഷണൽ കോടതി ആ ഒബ്ജക്ഷനുകളൊന്നും ജൂറിസ്ഡിക്ഷനെ കുറിച്ചുള്ള ഒബ്ജക്ഷനുകളൊന്നും അപ്പലേറ്റ് കോടതിയോ റിവിഷണൽ കോടതി എന്റർടൈൻ ചെയ്യാൻ പാടില്ല, അല്ലേ? അതെ. അടുത്ത നോക്കി. No objection as to the competence of the executing court with reference to the local limits of its jurisdiction shall be allowed by any appellate or revisional court unless such objection was taken in the executing court at the earliest possible opportunity, and unless there has been a consequent failure of justice. അപ്പോൾ എക്സിക്യൂഷൻ അപ്പീൽ ആണെങ്കിൽ, അല്ലേ? ആ, എക്സിക്യൂഷൻ അപ്പീൽ ആണെങ്കിലോ എക്സിക്യൂഷൻ്റെ റിവിഷൻ ആണെങ്കിലോ അപ്പോൾ എക്സിക്യൂട്ടീവ് കോർട്ടിന് എടുക്കാത്ത ഡിഫൻസ് എവിടെ എടുക്കാൻ പാടില്ല? അപ്പലേറ്റ് കോടതി റിവിഷണൽ കോടതിയിൽ എടുക്കാൻ പാടില്ല. അവിടെ സെറ്റിൽമെന്റ് ഓഫ് ഇഷ്യൂ ഇല്ല, അല്ലേ? അതെ. അവിടെ ഇഷ്യൂസ് ഇല്ല, എക്സിക്യൂഷൻ. പിന്നെന്തുവാ പറഞ്ഞേക്കുന്നത്? കോൺസിക്വൽ ഫെയിലിയർ ഓഫ് ജസ്റ്റിസ് ഉണ്ടെന്ന് തോന്നിയാൽ എന്ത് ചെയ്യാം? നമുക്കത് പറയാം, ഡിഫൻഡ് ആയിട്ട് എടുക്കാം, ഡിഫൻസ് എടുക്കാം, കോടതിക്ക് അനുവദിക്കാം. Yes. Other 21A നോക്കി. A. Bar on suit to set aside decree on objection as to place of suing. Yes. No suit shall be laid challenging the validity of a decree passed in a former suit between the same parties or between the parties under whom they are any of the claim litigating under the same title on any ground based on an objection as to place of suing. എന്താ പറഞ്ഞേക്കുന്നേ? നോ ബാർ ഓൺ സ്യൂട്ട് ടു സെറ്റ് അസൈഡ് ഡിഗ്രി. ഡിഗ്രി സെറ്റ് അസൈഡിന് വേണ്ടി ബാറുണ്ട്, സൂട്ട് കൊടുക്കാൻ പറ്റില്ല. ഓൺ ഒബ്ജക്ഷൻ ഓഫ് പ്ലേസ് ഓഫ് സൂയിങ്. എന്തുകൊണ്ട്? പ്ലേസ് ഓഫ് സൂയിങ്ങിന്റെ ഒബ്ജക്ഷൻ വെച്ചുകൊണ്ട് ഡിഗ്രി എന്ത് ചെയ്യാൻ പറ്റില്ല? സെറ്റ് അസൈഡ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടി സൂട്ട് കൊടുക്കാനും പറ്റില്ല. മനസ്സിലായോ? മനസ്സിലായി. No suit shall lie challenging the validity of a decree passed in a former suit between same parties or between the parties under whom they എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആവാം, ഡിഗ്രി പർച്ചേസ് ചെയ്ത ആളും ആവാം, അല്ലേ? ഓക്കെ. ലിറ്റിഗേറ്റിംഗ് അണ്ടർ ദ സെയിം ടൈറ്റിൽ ഓൺ എനി ഗ്രൗണ്ട് ബേസ്ഡ് ഓൺ ആൻ ഒബ്ജക്ഷൻ ആസ് ടു ദ പ്ലേസ് ഓഫ് സൂട്ട്. മനസ്സിലായോ? അടുത്ത നോക്കിയേ. The expression former suit means a suit which has been decided prior to the decision in the suit in which the validity of the decree is questioned, whether or not the previously decided suit was instituted prior to the suit in which the validity of such decree is questioned. അതെന്താ പറഞ്ഞേക്കുന്നത്? The expression former suit means a suit which has been decided prior to the decision of the suit in the validity of a decree is questioned. ഡിഗ്രി ശരിയല്ല, അത് ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു സൂട്ടിന് മുമ്പേ ഏത് കോടതി സൂട്ടാണോ ഡിഗ്രി ആയത് അതാണ് ഫോർമർ സൂട്ട് എന്ന് പറയുന്നത്, അല്ലേ? അതെ. Whether or not the previously decided suit is instituted prior to the suit which. അപ്പം കോടതി മുമ്പേ കേസ് കൊടുത്തോ രണ്ടാമത് കേസ് കൊടുത്തോ എന്നതല്ല, ഏതാണോ മുമ്പേ ഡിസൈഡ് ചെയ്തത് ആ ഡിസൈഡ് വെച്ചാണ് പ്രയർ സൂട്ട് കണക്കൂട്ടുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. When the judgment has come. Yes. അപ്പോൾ 22. Power to transfer suit which may be instituted in more than one court. എന്താ പറഞ്ഞേക്കുന്നത്? Power to transfer suit which. ഓക്കെ, ഒരു കോടതിയിൽ നിന്ന് മറ്റൊരു കോടതിയിലേക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. Where a suit may be instituted in any of
two or more courts. ഒന്നോ വൺ ഓഫ് ഓക്കെ രണ്ടോ അതിലധികമോ കോടതികളിൽ ആ സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ any defendant, after notice to the other parties, may, at the earliest possible opportunity and in all cases where issues are settled or before such settlement, apply to have the suit transferred to another court and the court to which such application is made, after considering the objections of the parties, if any, shall determine in which of the several courts having jurisdiction the suit shall proceed. അതായത് ഡിഫൻഡൻസിനുള്ള ഓപ്പർച്യൂണിറ്റി ആണ് അല്ലേ? അതെ, ഇപ്പൊ ഒന്നിലധികം കോടതികൾക്ക് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. പെക്യുലർ ഉം, ജൂറിസ്ഡിക്ഷൻ നോക്കിയാലും ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ നോക്കിയാലും ഒന്നിലധികം കോടതികൾക്ക് ജൂറിസ്ഡിക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ആ, അപ്പൊ അദ്ദേഹം അപ്പൊ ഒരു ലേഡിയാണ്, പ്രായമുള്ള ഓക്കെ. ലേഡിയാണ്. ഉം, അവർ വന്ന് പറയുന്നു, എനിക്ക് പ്രായ കൂടുതലുണ്ട്, എനിക്ക് കോടതി വരാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാനൊരു സ്ത്രീയാണ്, ഉം, പിന്നെ എനിക്ക് മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇന്ന ഉം, കോടതിക്കും കൂടെ അധികാരമുണ്ട്, ആ ഉം, കോടതിയിലേക്ക് സ്യൂട്ട് ട്രാൻസ്ഫർ ചെയ്ത് തരണമെന്ന് പറഞ്ഞാൽ ഇഷ്യൂസ് സെറ്റിൽമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യും. ഉം, മനസ്സിലായോ? മനസ്സിലായി. ആ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ്റെ നോട്ടീസ് പ്ലെയിൻറ്റിഫിന് കൊടുത്തിരിക്കുകയും മറ്റ് കക്ഷികൾ കൊടുക്കുകയും ചെയ്യണം. ഉം, Apply to have the suit transferred to another court, the court to which the application is made, after considering objection, അപ്പോൾ ഒബ്ജക്ഷൻ കൂടെ കേട്ടതിന് ശേഷം shall determine the court which is several court having jurisdiction. അങ്ങനെ ഉം, ഒരു ആപ്ലിക്കേഷൻ വന്നാൽ ഇവിടുത്തെ മജിസ്ട്രേറ്റ് എന്തായാലും ആ ആപ്ലിക്കേഷൻ കേട്ടിട്ട് തട്ടും, കാരണം ഒരെണ്ണം പോയി കിട്ടുമല്ലോ. മനസ്സിലായോ? യെസ് യെസ് സർ. യെസ് യെസ് യെസ്. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത നോക്കിയേ. 23. To what court application lies, യെസ്. where the several courts having jurisdiction are subordinate to the appellate court, an application under section 22 shall be made to the appellate court. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? Where the several ജൂറിസ്ഡിക്ഷൻ ഉണ്ട് മുനിസിപ്പൽ കോടതിക്ക്. അതെ, പക്ഷെ അതിന്റെ അപ്പീൽ പോകുന്നത് ഒരേ കോടതിയിലേക്കാണ്. അപ്പോൾ മുനിസിപ്പൽ കോടതി പരിഗണിച്ചിട്ടില്ലെങ്കിൽ ട്രാൻസ്ഫർ ആർക്ക് പരിഗണിക്കാം? അപ്പീൽ കോടതിക്ക് പരിഗണിക്കാം. ഏത് സെക്ഷൻ പ്രകാരം? 22 പ്രകാരം ട്രാൻസ്ഫർ കൊടുക്കുന്നത് മുനിസിപ്പൽ കോടതി ചെയ്യുന്നില്ല. പക്ഷേ ഏന്ന് കോടതിന് ട്രാൻസ്ഫർ ചെയ്ത് ബിയിലെത്തിയാലും കേൾക്കേണ്ട അപ്പലേറ്റ് കോടതി സി ആണ്. അതെ. അങ്ങനെയെങ്കിൽ സി എന്ന് പറയുന്ന അപ്പലേറ്റ് കോടതിയിൽ ട്രാൻസ്ഫർ പെറ്റീഷൻ ഫയൽ ചെയ്താൽ മതി. കൂടി കിട്ടിയ മനസ്സിലായി. Where such courts are subordinate to different appellate courts but to the same high court, the application shall be made to the said high court. ഓക്കെ, ഇങ്ങനെ ആണെങ്കിൽ ഹൈക്കോടതിയിൽ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ജില്ലയിലാണ് ജൂറിസ്ഡിക്ഷൻ ഉള്ളത്. അപ്പോൾ ഒരു ജില്ലാ കോടതിക്ക് അതിന്റെ അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ കിട്ടുന്നില്ല. അതെ. അപ്പോൾ ഹൈക്കോടതിക്ക് ഇതിൽ ഫയൽ ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. സിമ്പിളാണത്. പക്ഷെ അതിന്റെ സെക്ഷൻ ഏതാണെന്ന് അറിയണം. 23 23 ഓക്കെ. Where such courts are subordinate to different high court, the application shall be made to the high court within the local limits whose jurisdiction the court with the suit is brought is situate. ഇപ്പോൾ രണ്ട് സംസ്ഥാനത്തിലാണ് കേസ് നടക്കുന്നതെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എവിടെ ആയിരിക്കണം? എവിടെയാണോ ബ്രോട്ട് ചെയ്ത് അവിടെ അത് സുപ്രീം കോടതിയിലായിരിക്കണം. സുപ്രീം കോടതി ഇവിടെ പറയുന്നില്ലല്ലോ. ശരി, സോറി എൻ്റെ വാക്ക് പോയതാ. വേർ സച്ച് കോർട്ട് ഈസ് സബോർഡിനേറ്റഡ് ടു ഡിഫറൻറ്റ് ഹൈക്കോർട്ട്, ആപ്ലിക്കേഷൻ ഷാൽ ബി മെയ്ഡ് ദ ഹൈക്കോർട്ട് വിത്തിൻ ദ ലോക്കൽ ലിമിറ്റ് ഓഫ് ജൂറിസ്ഡിക്ഷൻ. ലോക്കൽ ലിമിറ്റ് എവിടെയാണോ ഉള്ളത് ആ ഹൈക്കോടതി കൊടുക്കണം. ശരി. 24. General power of transfer and withdrawal. On the application of any of the parties and after notice to the parties and after hearing such of them as decide to be heard or of its own motion without such notice, the High Court or the District Court may at any stage transfer any suit, appeal or other proceeding pending.
ആദ്യത്തെ വായിച്ചേ. ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് എനി ഓഫ് ദ പാർട്ടീസ്. ഉം, ഇപ്പോൾ പ്ലെയിൻറ്റിഫോ ഡിഫൻഡൻറ്റോ അല്ലെങ്കിൽ ഡിഫൻഡൻറ്റന്മാരിലാരെങ്കിലോ പ്ലെയിൻറ്റിഫിന്മാരാരെങ്കിലും ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. ഉം, And after notice to parties, after hearing of such of them decided to be heard or is its own motion, without such notice, the High Court or District Court may at any stage, ഉം, ഹൈക്കോടതിക്കോ ഡിസ്ട്രിക്ട് കോടതിക്കോ ഏത് സമയത്തും എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ എന്ന് ഉം, സൂട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഉം. അപ്പീൽ ഓർ അതർ പ്രൊസീഡിങ്സ് പെൻഡിങ് ബിഫോർ ഇറ്റ്സ് or trial is disposal of any court subordinate it into competent to try the dispose of the same. അവിടെന്താ ഉം. പറഞ്ഞേക്കുന്നത്? ഹൈക്കോടതിക്കോ ഡിസ്ട്രിക്ട് കോടതിക്കോ ആണെങ്കിൽ ഇഷ്യൂ സെറ്റിൽ ചെയ്തോ ട്രയൽ ഉം. കഴിഞ്ഞോ എന്നൊന്നും നോക്കേണ്ട കാര്യം ഇല്ലെന്നാണ് പറയുന്നത്. ഓക്കെ. ട്രയൽ തുടങ്ങിയോ, ഉം. കാരണം അവരാണല്ലോ അതിൻ്റെ അപ്പീൽ കേൾക്കുന്നത്. അതെ. അതുകൊണ്ട് അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആണെങ്കിൽ ഇഷ്യൂ സെറ്റിൽ ചെയ്യുന്നതിന് മുമ്പ് വേണം എന്ത് ചെയ്യാൻ, ട്രാൻസ്ഫർ ചെയ്യാൻ. ശ്രദ്ധിക്കാം. യെസ് സർ. യെസ്. അപ്പോൾ ബി സമ്മതിച്ചു, വായിച്ചേ. സമ്മതിച്ചു. Withdraw any suit, appeal, or other proceeding pending any court subordinate to it and try or dispose of the same. യെസ്. സൂട്ട് വിഡ്രോ Then, ചെയ്യാം. ah, അപ്പീൽ കോടതിയിലോ മറ്റ് പ്രൊസീഡിങ്സിലോ പെൻഡിങ് ഉള്ളിടത്തു നിന്നോ സബോർഡിനേറ്റ് കോർട്ടിലെ കേസ് എന്ത് ചെയ്യാൻ, വിഡ്രോ ചെയ്യാൻ പറ്റും. ട്രൈ okay. ഓർ ഡിസ്പോസ് ദ സെയിം. ട്രയൽ ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം, ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയും ട്രാൻസ്ഫർ അപ്ലിക്കേഷൻ കൊടുക്കാം, അത് വിഡ്രോ ചെയ്യുകയും ചെയ്യാം. Mm, ട്രാൻസ്ഫർ ദ സെയിം ഫോർ ട്രയൽ. ട്രയലിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യാം, ഡിസ്പോസലിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യാം. ടു എനി കോർട്ട് സബോർഡിനേറ്റ് ദാറ്റ് കോമ്പിറ്റന്റ് ടു ഡിസ്പോസ് ഫോർ ദ സെയിം. അപ്പോൾ ഇതെല്ലാം അപ്പലറ്റ് കോടതിയുടെ ജൂറിസ്ഡിക്ഷനാണ് പറയുന്നത്. okay. ജനറൽ പവർ ടു ട്രാൻസ്ഫർ ആൻഡ് വിഡ്രോ എന്നാണ് സെക്ഷൻ 24-ന്റെ Mm, പേര്. okay. The transfer of the same for trial or disposal of the court to firm which It was withdrawn. എവിടെ നിന്നാണോ വിഡ്രോ ചെയ്ത് അങ്ങോട്ടും എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യോ ട്രയൽ ചെയ്യോ ഡിസ്പോസ് ചെയ്യോ എന്ന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യാൻ. Mm. ഓക്കെ. അത് കേസ് നീട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വിഡ്രോ ചെയ്ത് കളിക്കുമ്പോൾ എന്നായിട്ടാ റെഡിയായോ? ഒന്നില്ലേ? Where any suit or proceeding has been transferred or withdrawn under subsection 1, the court which is thereafter tried to dispose of such suit or proceeding may, subject to any special direction in the case of an order of transfer, either retray it or proceed from the point at which it was transferred or withdrawn. എന്താ പറഞ്ഞേക്കുന്നത്? വേർ ദി സ്യൂട്ട് ഓർ പ്രൊസീഡിംഗ് ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ഓർ വിഡ്രോൺ അണ്ടർ സബ്സെക്ഷൻ 1. ട്രാൻസ്ഫർ ചെയ്യുകയോ വിഡ്രോ ചെയ്യുകയോ ചെയ്തു. The court which is either to try disposal of such suit or proceeding may subject it to any special direction in the case of order of transfer, either retry or proceed from the point at which it was transferred or withdrawn. എന്താ പറഞ്ഞേക്കുന്നത്? Any suit or proceeding has been transferred or withdrawn. ഈ ഒന്നി പറഞ്ഞത് പ്രകാരം ഏതെങ്കിലും ഒരു സ്യൂട്ട് ട്രാൻസ്ഫർ ചെയ്യുകയോ വിഡ്രോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ ടു ഡിസ്പോസ് ഓക്കെ മേ സബ്ജക്ട് ടു എനി സ്പെഷ്യൽ ഡയറക്ഷൻ ഇൻ ദ കേസ് ഓഫ് ആൻ ഓർഡർ ഓഫ് ട്രാൻസ്ഫർ. ഓക്കെ, അത് എങ്ങനെ എന്തെങ്കിലും ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വേണം അത് ട്രാൻസ്ഫർ ചെയ്യാനോ ഡിസ്പോസ് ചെയ്യാനോ പറ്റത്തുള്ളൂ. ഓക്കെ. For the purpose of this section, Court of Additional and Assistant Judges shall be deemed to be subordinate to the District Court. Yes. Proceeding includes a proceeding for the execution of a decree or order. Yes. Okay. The court trying any suit transferred or withdrawn under this section from a court of small causes shall, for the purpose of such suit, be deemed to be a small court of small cases. Yes. Okay. Yes. Okay. A suit or proceeding may be transferred under this section from a court which has no jurisdiction to try it. Okay. Yes.
Any power of Supreme Court to transfer suit. Section 25. 25. On the application of the party and after notice to the parties and after hearing such them as desire to be heard, the Supreme Court may at any stage, if satisfied that an order under this section is expedient for the ends of justice, direct that any suit, appeal, or other proceeding be transferred from a high court or other civil court in one state to high court or other civil court in any other state. എന്തെങ്കിലും മനസ്സിലായോ? On the application of the party. ഉം, അത് ആപ്ലിക്കേഷൻ ആരും എടുത്തു പാർട്ടി കൊടുത്തു അതിനുശേഷം പാർട്ടീസിന് നോട്ടീസ് സെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് ആഫ്റ്റർ ഹിയറിംഗ് സച്ച് ദം എന്തെങ്കിലും ഹിയർ ചെയ്യേണ്ട മാറ്റർ ഹിയറിംഗ് ചെയ്ത് കഴിഞ്ഞു സുപ്രീം കോടതിന് ഏത് സ്റ്റേജിൽ വേണമെങ്കിലും എനി സ്യൂട്ടിനെ സ്യൂട്ട് അല്ലെങ്കിൽ അപ്പീൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊസീഡിംഗ് ആയാലും ഹൈക്കോർട്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് വന്നേക്കുന്നതാണെങ്കിൽ വൺ സ്റ്റേറ്റ് ഓക്കെ ഏത് സ്റ്റേറ്റിലെ ഹൈക്കോടതിയിലേക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ സുപ്രീം കോടതിന് അധികാരം ഉണ്ടെന്ന് അങ്ങനെ തന്നെയല്ലേ okay then 2 every application under this section shall be made by motion which shall be supported by an affidavit okay എല്ലാം ഇത് കൊടുക്കേണ്ട ഒരു അഫിഡവിറ്റ് പ്രകാരമേ കൊടുക്കാൻ പറ്റുള്ളൂ the court to which suit appeal or other proceeding is transferred shall subject to any special direction in the order of transfer and either retry it or proceed from the stage which it was transferred to it അതെന്തോ സാറേ the court to which മൂന്നാമത്തെ അല്ലേ the court to which the suit appeal or other provision transferred shall be ഏത് കോടതിയിലേക്കാണോ സൂട്ടോ അപ്പീലോ മറ്റ് പ്രൊസീഡിംഗ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് സബ്ജക്ട് ടു എനി സ്പെഷ്യൽ ഡയറക്ഷൻ അതൊരു സ്പെഷ്യൽ ഡയറക്ഷൻ ഇട്ടുകൊണ്ടാണല്ലോ ട്രാൻസ്ഫർ ചെയ്യുന്നത് either retry ഒന്നുകിൽ റീട്രൈ ചെയ്യാനാണ് ഡയറക്ഷൻ or to proceed in the stage which is transferred to ഏത് സ്റ്റേജ് ആണോ ഈ കോടതിയിൽ അപ്പൊ എ എന്ന് പറയുന്ന കോടതിയിൽ ഏത് സ്റ്റേജ് ആണോ നടന്നത് ആ സ്റ്റേജ് തന്നെ തുടരാം അല്ലെങ്കിൽ റീട്രയൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സ്പെഷ്യൽ എന്താണോ സ്പെഷ്യൽ ഡയറക്ഷൻ അതനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ ഓക്കെ അടുത്ത 4 in dismissing any application under this section the Supreme Court may if it is opinion that the application was frivolous or vexatious order the applicant to pay by or of compensation to any person who has opposed the application such sum not exceeding 2000 rupees at it considered appropriate in the circumstance of the case. Okay. അപ്പോൾ ഫ്രിവലസ് ആയോ വെക്സേഷ്യസ് ആയിട്ടോ ഒരു ട്രാൻസ്ഫർ സുപ്രീം കോടതി വരുന്നെങ്കിൽ കോസ്റ്റ് അടിച്ച് തള്ളാം ഓക്കെ dismissed with cost not exceeding 2000 rupees or considers appropriate the circumstances എന്ന് പറഞ്ഞാൽ 2000 rupees മാത്രമല്ല സാഹചര്യം അന്നത്തെ വരെയും ഇന്നത്തെ വരെയും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞ് 2000 അപ്പുറത്ത് ഒരു പൂജ്യവും കൂടി ഇടാം രണ്ട് പൂജ്യവും ഇടാം യെസ് അടുത്ത The law applicable to any suit, appeal or other proceeding transferred under this section shall be the law which the court in which the suit, appeal or other proceeding was originally instituted ought to have applied to such suit, appeal or proceeding. yes. The law applicable to any suit, appeal or അല്ലെങ്കിൽ proceeding ആയിക്കോട്ടെ ട്രാൻസ്ഫർ ചെയ്തേക്കുന്ന ഈ സെഷൻ പ്രകാരം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ shall be the law which the court in which the suit, appeal or other proceeding ought to have applied to such. എന്താ സാറേ എവിടെയാണോ ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത് ഉദാഹരണത്തിന് കേരളത്തിൽ നിന്ന് ഒരു കേസ് തമിഴ്നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ CPC-യിൽ കേരളത്തിലെ അമെൻമെന്റ് അല്ല തമിഴ്നാട്ടിലെ അമെൻമെന്റ് ഉള്ളതെങ്കിൽ തമിഴ്നാട്ടിലെ പ്രൊസീഡിങ്സ് അനുസരിച്ചായിരിക്കും പിന്നെ കേസ് നടക്കുന്നത് ആണോ മനസ്സിലായി പിന്നെ കേരളത്തിലെ അമെൻമെന്റ് ഇതാണ് കേരളത്തിലെ പ്രൊസീഡിങ്സ് അനുസരിച്ച് നടപ്പാക്കണമെന്ന് പറയാൻ പറ്റില്ല ഓക്കെ അപ്പോ മോള് പോയിട്ട് വാ ശരി ടാറ്റാ